ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 317. നമ്മൾ 61ാമത്തെ ഉപനിഷത്തായിട്ട് നോക്കുന്നത് ഐതരേയ ഉപനിഷത്താണ്. അതിൽ അധ്യായം 2 ഖണ്ഡം 1 ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഓരോ മന്ത്രങ്ങളായിട്ട് നമുക്ക് നോക്കാം. 1 പറയുന്നു, ലോകജീവി ആദ്യം പുരുഷന്റെ, ലോകത്തിൽ ജനിക്കുന്ന ജീവികൾ ആദ്യം പുരുഷന്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ശരീരത്തിൽ വീര്യരൂപത്തിൽ ഗർഭമായി തീരുന്നു. അപ്പം കുഞ്ഞിൻ്റെ ജനനം ആദ്യം പുരുഷന്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ശരീരത്തിലാണ് നടക്കുന്നത്. അതായത് കൊച്ചുണ്ടാകുന്നതിനുള്ള ജനിതക ഘടനയുടെ ആ ഘടനയെല്ലാം ആദ്യം പിതാവിൻ്റെ ശരീരത്തിൽ രൂപം കൊള്ളുന്നുണ്ട്. കാരണം മാതാവിൻ്റെയും പിതാവിൻ്റെയും 2 കൂടിച്ചേർന്നിട്ടാണ് അത് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. എന്നിട്ട് പകുതിയും കൂടിച്ചേർന്ന് ഇതാണ് ജനിതക ഘടനയിലെ ജീനുകൾ എന്നെല്ലാം പറയുന്നതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ നിശ്ചയിക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയത് നമ്മളെ പിതാവിൽ നിന്നാണ്, അവർക്ക് കിട്ടിയ അവരുടെ പിതാവിൽ നിന്നാണ്. അപ്പം അതിൽ നിന്നൊരു ചെയിനായിട്ടുള്ളൊരു പ്രോഗ്രാം മാതിരിയായിട്ടാണ് അത് വരുന്നത്. അത് നമ്മളെ ശരീരത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. എന്നിലേക്ക് അതിൽ ഏതെല്ലാം ട്രാൻസ്ഫർ ചെയ്യണോ അതിൽ കുറേയെല്ലാം എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ആദ്യം രൂപം കൊള്ളുന്നത് ആ കൊച്ചിൻ്റെ തുടക്കം ആ പിതാവിൻ്റെ ശരീര വീര്യത്തിൽ നിന്നാണ്. ആ പുരുഷൻ്റെ ശരീരവീര്യം, അപ്പം അവിടെയാണ് ആദ്യം ഗർഭമായിട്ട് തീരുന്നത്. ആ പുരുഷൻ്റെ ശരീരവീര്യം എല്ലാ അംഗങ്ങളിൽ നിന്നും പുറപ്പെട്ടുണ്ടായ തേജസ്സാണ്. ആ പുരുഷൻ്റെ എല്ലാ അവയവങ്ങളുടെയും തേജസ് അതിൻ്റെ അകത്തുണ്ട്. അതായത് എൻ്റെ കണ്ണിൻ്റെ ഗുണമുള്ള തേജസ് അതിൻ്റെ അകത്തുണ്ട്, എൻ്റെ മുടിയിലുള്ളത് അതിൻ്റെ അകത്തുണ്ട്, എൻ്റെ ചെവിയുള്ളത് അതിലുണ്ട്. അതിൽ നിന്ന് മാതാവിൻ്റെയും ചേരുന്നുണ്ട്. അപ്പം തുടക്കം ബീജത്തിൽ നിന്ന്, അതാണ് അണ്ടവുമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പം പുരുഷൻ്റെ എല്ലാ അവയവങ്ങളുടെയും തേജസ് അതിലുണ്ട്. ആ തേജസ് എന്ന് പറയുന്നതാണ് ഇന്ന് ജനിതക ഘടന എന്ന് പറയുന്നത്. അത് ആദ്യം പിതാവ് തൻ്റെ ശരീരത്തിൽ ധരിച്ച് പരിപോഷിപ്പിക്കുന്നു. ശരീരത്തിലാണ് ആ ബീജം രൂപം കൊള്ളുന്നത്, അതിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജനിതക ഘടന എടുത്തിട്ട് അത് പലതുമായി എല്ലാം ചേർത്തിട്ടാണ് അതിനെ പരിപോഷിച്ച് ബീജമാക്കിയിട്ട് മാറ്റുന്നത്. ഇതല്ലേ ഏതാണ് പറയുന്നത്? ആധുനിക സയൻസിലെ കാര്യങ്ങൾ തന്നെയാണ് അവർ വാക്കിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം ശാസ്ത്രലോകം പിന്നീട് കണ്ടെത്തിയതാണ്. അതാണ് ഇതിൻ്റെ അകത്ത് വിസ്തരിച്ച് പറയുന്നത്. അതിനെ പുഷ്ടിപ്പെടുത്തുന്നു. പിന്നെ അവനത് സ്ത്രീയുടെ ഗർഭത്തിൽ സ്ഥാപിക്കുന്നു. പിന്നെ അതത് സ്ത്രീയുടെ ഗർഭത്തിൽ സ്ഥാപിക്കുന്നു. അപ്പോൾ ഗർഭപാത്രത്തിൽ ഉത്ഭവിക്കുന്നു. മാതാവിൻ്റെ ശരീരത്തിലാണ് ആദ്യ ജന്മം. അവിടെ വെച്ചാണ് ആദ്യമായി ജനനം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ ജനനം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ്. ഈ പുരുഷന്റെ തേജസ് സ്ത്രീയുടേതുമായി കൂടിച്ചേർന്നിട്ട് ആദ്യത്തെ കുട്ടി ജനിക്കുന്നത് ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന അവസ്ഥയിൽ, അവിടെയാണ് ആദ്യത്തെ ജനനം. അതിലെ ഘടനയനുസരിച്ചാണ് പിന്നെ അത് വികസിച്ച് വരുന്നതേ ഉള്ളൂ. ജനിക്കുന്നത് ഗർഭപാത്രത്തിലാണ് ആദ്യത്തെ ജനനം. ഇനി 2 സ്ത്രീ ശരീരത്തിൽ പിതാവ് വഴി സ്ഥാപിക്കപ്പെട്ട ആ തേജസ് ആ സ്ത്രീയുടെ ആത്മഭാവത്തെ പ്രാപിക്കുന്നു. അത് ആ സ്ത്രീയുടെ ആത്മഭാവത്തെ, ആത്മാവ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം സ്ത്രീയുടെ ഏതിലാണുള്ളത്?
ആ ജനിതക ഘടനയിലാണ്, അവളുടെ ജനിതക ഘടനയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആ ആത്മാവുമായിട്ട് പുരുഷന്റെ ആത്മാവ്, അതായത് ആ ജീവാത്മാവ് എന്ന് പറയുന്നതിൻ്റെ ആ ഗുണങ്ങളിൽ, അവയവങ്ങളുടെ എല്ലാം ഗുണം സ്ത്രീയിലേക്ക് വന്നിട്ട് സ്ത്രീയുടെ ആത്മാവുമായി, ആ ജനിതക ഘടനയുമായിട്ട് അതെന്ത് ചെയ്യുന്നു? താതാത്മ്യം പ്രാപിക്കുന്നു, ആത്മഭാവത്തെ പ്രാപിക്കുന്നു. അതായത് അവളുടെ മറ്റ് അംഗങ്ങൾ പോലെ ഒന്നായിത്തീരുന്നു. അങ്ങനെ അത് ആ സ്ത്രീയുടെ ഒരവയവം പോലെയായിത്തീരുന്നു അവിടെ. അത് ആ ശരീരത്തിൽ നിന്ന് വേർപെടുകയല്ല, ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി തീരുകയാണ്. നമ്മുടെ കൈ പോലെ ഒരു ഭാഗമായിട്ട് അത് തീരുകയാണ്. അത് വേറെയല്ല, അത് ഒന്നായിത്തീരുകയാണ്. അതിനാലാണ് അവളുടെ ശരീരത്തിൽ കിടന്നിട്ടും യാതൊരു പീഡനവും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ഒരു പീഡനയും അതിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ടാണ്. അല്ലാതെ നമ്മുടെ വായിൻ്റെ അകത്ത് എന്തൊക്കെ ഒരു ഇരുമ്പ് കഷ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥതയാണ്. നമ്മളെ കൈമേൽ ഒരു ചെറിയ വെയിറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭാരമാണ്. പക്ഷെ കൈ എത്ര വണ്ണം വെച്ച് കഴിഞ്ഞാലും നമുക്കതറിയുന്നില്ല, കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ അത് അന്യമായിട്ടല്ല ഉള്ളത്, ആ ശരീരത്തിൻ്റെ തന്നെ ഒരവയവമായിട്ട് അത് രൂപാന്തരം പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനൊരു ഭാരമായി പോലും തോന്നാത്തത്. അതുകൊണ്ട് നമ്മളെ കൈമേൽ എന്തെങ്കിലും ഒന്ന്, ഇപ്പോൾ നമ്മളെ ഷർട്ടിൻ്റെ അകത്ത് വലിയൊരു വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ ഭാരം കൂടും. പക്ഷെ അത് അതിൻ്റെ തന്നെ ഭാരമായിട്ട് മാറുകയാണ്, അതിന് സെപ്പറേറ്റ് ഭാരമായിട്ട് അത് അനുഭവപ്പെടില്ല. അതായത് അത് അവളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം, നമ്മുടെ കയ്യും കാലും പോലെ തന്നെ. സ്ത്രീ അവളുടെ ശരീരത്തിൻ്റെ ഭാഗമായ പുരുഷന്റെ ആത്മസ്വരൂപത്തെ, അപ്പം പുരുഷന്റെ ആത്മസ്വരൂപം ജനിതക ഘടനയും സ്ത്രീയുടെ ആത്മസ്വരൂപം, ആ പ്ലാൻ, ജനിതക പ്ലാൻ, അതും സ്വന്തം ഭക്ഷണം കൊണ്ട് പരിപോഷിപ്പിച്ച് അവൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അത് പരിപോഷിപ്പിക്കപ്പെടുന്നത്. മറ്റെല്ലാ പാലനങ്ങളാൽ പരിപാലിച്ച് ശരീരത്തിന് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അതിനും ബാധകമാണ്. എന്തൊക്കെ രോഗം നമ്മളെ മുഖത്ത് വന്നാൽ ശരീരം ചികിത്സിക്കുന്നത് പോലെ അതിനും എന്തെങ്കിലും രോഗം വന്നാൽ അതിൻ്റെ അവയവന്മാർ ശരീരമാണ് എന്ത് ചെയ്യുന്നത്? പരിപാലിക്കുന്നത്. അതായത് അതിനൊരു രോഗം വരികയാണെങ്കിൽ അത് അവളുടെ ശരീരത്തിനുള്ള രോഗമായി കണ്ടുകൊണ്ട് അതിനെ പരിപാലിച്ച് അതിനെ നല്ലതുപോലെ രക്ഷിക്കുന്നു. ഇനി 3 സ്വന്തം ഭർത്താവിൻ്റെ ആത്മസ്വരൂപമാണ് ഗർഭത്തിൽ അവൾ എല്ലാവിധത്തിലും സംരക്ഷിക്കുന്ന അവൾ. സ്വന്തം ഭർത്താവിൻ്റെ ആത്മസ്വരൂപത്തെ സ്വന്തം ഗർഭത്തിൽ എല്ലാ വിധത്തിലും സംരക്ഷിക്കുന്ന അവൾ വീട്ടിലുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഭർത്താവിനാലും പരിപാലിക്കപ്പെടാൻ യോഗ്യനാണ്. അങ്ങനെ അവൾ ആ ഗർഭത്തിലെ കുട്ടിയെ സംരക്ഷിക്കുമ്പോൾ അവളുടെ സംരക്ഷണം ആ വീട്ടുകാരുടെയും പ്രത്യേകിച്ച് ഭർത്താവിൻ്റെയും കടമയാണ്. അതിനവൾ അർഹയാണ്. അതവരുടെ കർത്തവ്യമായിട്ട് എടുക്കണം. വീട്ടുകാരും പ്രത്യേകിച്ച് ഭർത്താവെല്ലാം അവളുടെ സംരക്ഷണം, കുട്ടിയെ അവൾ സംരക്ഷിക്കുകയാണ്, അതുകൊണ്ട് അവളുടെ സംരക്ഷണം വീട്ടുകാരെല്ലാം ഏൽക്കണം. അവൾക്ക് ഭക്ഷണവും ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുന്നത് അവരുടെ കർത്തവ്യമാണ്. അപ്പം വീട്ടുകാരും എല്ലാം കൂടിയിട്ട് അവളുടെ സംരക്ഷണം ചെയ്യണം, അത് അവരുടെ കർത്തവ്യമാണ്. പ്രസവം വരെ തൻ്റെ ശരീരത്തിൽ സംരക്ഷിച്ച ശേഷം, അവളുടെ ശരീരത്തിൽ സംരക്ഷിച്ച ശേഷം ജനനം കഴിഞ്ഞാലുടൻ പിതാവ് എന്ത് വേണം? ജാതക കർമ്മങ്ങളാലും ആചാരങ്ങളാലും അവൻ ജനിച്ച്
യോഗ്യനായിത്തീരുന്നത് വരെ, ശരിയായ ഒരു പുത്രനോ പുത്രിയോ, പ്രായപൂർത്തിയായ ഒരു പുത്രിയോ ആയിത്തീരുന്നത് വരെ എല്ലാ പരിശീലനങ്ങളും നാനാപ്രകാരത്തിലുള്ള വിദ്യകളും പ്രദാനം ചെയ്ത് ഉന്നതനാക്കി തീർക്കണം. അപ്പം പിന്നെ പിതാവിൻ്റെ എല്ലാം കർമ്മമാണ് അവനെ എല്ലാ വിദ്യകളും, ജാതകകർമ്മങ്ങളെല്ലാം ചെയ്യാന്ന് ജനിച്ചാലും ഓരോ കാലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്ത് എല്ലാ വിദ്യകളും അവനെ പഠിപ്പിക്കണം. എല്ലാ പരിശീലനവും നൽകിയിട്ട് എല്ലാ തരത്തിലും യോഗ്യനാക്കി തീർക്കണം. ഇത്തരത്തിലാണ് പല യോനികളിലൂടെയെല്ലാം ജനിച്ചിട്ട് മനുഷ്യവർഗം വിസ്തൃതമാകുന്നത്. അങ്ങനെയാണ് ജനം പെരുകിയിട്ട് മനുഷ്യവർഗം വിസ്തൃതമാകുന്നത്. ഈ ബാലകരൂപത്തിൽ ഗർഭത്തിൽ നിന്നും വെളിയിൽ വരുന്നത് അതവൻ്റെ രണ്ടാം ജന്മമാണ്. അതാണ് അവൻ്റെ രണ്ടാം ജന്മം. യഥാർത്ഥത്തിൽ രണ്ടാം ജന്മം എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കാൻ തുടങ്ങുന്നത് മുതലാണ്. അതായത് വിദ്യയെല്ലാം നേടി അതാണ് രണ്ടാം ജന്മം. ഒന്നാം ജന്മം ഗർഭപാത്രത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. തുടക്കം ഭർത്താവിൻ്റെ ശരീരത്തിലാണ്. ഇനി 4 അങ്ങനെ അവൻ പൂർണ്ണനാകുമ്പോൾ, അവൻ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തനായ പ്രായപൂർത്തിയാകുമ്പോൾ പിതാവ് അവനെ തൻ്റെ പ്രതിനിധിയായി കാണണം. പിന്നെ പിതാവ്, ഇവൻ എൻ്റെ പ്രതിനിധിയാണ്, എനിക്ക് പകരം ഇനി ഇവനാണ് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അത് എന്ത് വേണം? അഗ്നിഹോത്രം, ദേവപൂജ, അതിഥി സേവ മുതലായ ശുഭകർമ്മങ്ങൾ കൊണ്ട് അവനെ തൻ്റെ ഭാരം ഏൽപ്പിക്കണം. ഞാൻ ചെയ്യുന്ന അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നിട്ട് കല്ല് കെട്ടിയിട്ട് അതിനകത്ത് ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് കത്തിക്കലല്ല. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്തത്, ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ജീവിതം ഊർജം ഉപയോഗിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. സംസാരിക്കുന്നത് പോലും ഊർജമാണ്. അതുകൊണ്ടാണ് അക്ഷിസാക്ഷിയായി എന്നെല്ലാം പറയുന്നത്. ഊർജമില്ലാതെ മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല. അതാണ് അഗ്നിഹോത്രം. ഊർജം കൊണ്ടാണുള്ള കർമ്മങ്ങൾ. ദേവപൂജകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ആ ദേവതകളെ പരിപാലിച്ചിട്ടാണ് നമ്മൾ വീടെല്ലാം വെക്കുന്നത്. കല്ല് ദേവതയാണ്, മണ്ണ് ദേവതയാണ്. അതിനെല്ലാം നമ്മൾ പൂജിക്കുമ്പോഴേക്ക് അതിനെയെല്ലാം പരിപാലിച്ച് നല്ല അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. പാറമാരി കിടന്നതെല്ലാം നല്ല കോൺക്രീറ്റ് മണിമന്ദിരങ്ങളെല്ലാം ആക്കിയാണ്. അപ്പം ദേവന്മാരെയാണ് പൂജിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കർമ്മം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മളെ സൃഷ്ടിച്ചത് കർമ്മങ്ങൾ ചെയ്യാനാണ്. ആ ശ്രീഹരിക്ക് വേണ്ടി, ലോക പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതാണ് ദേവപൂജ. അതിഥി സേവ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, വീട്ടിൽ വരുന്നവരെ നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കണം, എല്ലാവരും. കാരണം മനുഷ്യൻ സമൂഹ ജീവിയാണ്. ഈ ഗുണങ്ങളെല്ലാം, ഈ കർമ്മങ്ങളെല്ലാം പുത്രനെ ഏൽപ്പിക്കണം പിതാവ്. പുത്രൻ വളർന്ന കാര്യപ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവനെ ഏൽപ്പിക്കണം. എൻ്റെ പിതാവ് സ്വതന്ത്രനാകണം. ഗൃഹസ്ഥൻ, ആ വീട്ടിൻ്റെ ഗൃഹസ്ഥൻ തൻ്റെ എല്ലാ ഭാരങ്ങളും പുത്രനെ ഏൽപ്പിച്ച്, പിന്നെ എല്ലാം പുത്രനാണ് നോക്കേണ്ടത്, അയാളെല്ലാം പുത്രനെ ഏൽപ്പിച്ച് കൃതകൃത്യനായി തീരണം. അതോടുകൂടി അവൻ അവൻ്റെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു. പുത്രൻ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവനെ ഏൽപ്പിച്ച് ഇവൻ സ്വതന്ത്രനായി. അതോടെ പിതൃബാധ്യത നിറവേറ്റി. ഇതാണ് പിതൃബാധ്യത. പിതൃക്കൾ നമുക്ക് കൈമാറ്റപ്പെട്ടിട്ടുള്ള ജനിതക ഘടന. നമുക്ക് കിട്ടിയ ഈ ജനിതക ഘടന നമ്മുടെ പിതാവിൻ്റെ അങ്ങനെ പോവുകയാണ്. അവരിൽ നിന്നും കിട്ടുന്ന ജനിതക ഘടനയാണ് നമ്മളിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതിലാണ് എല്ലാ ഗുണങ്ങളും ഉള്ളത്, ഒരു കുട്ടിയുടെ ഗുണങ്ങൾ. അപ്പം നല്ലൊരു കുട്ടി നാളെ ഉണ്ടാകണമെങ്കിൽ ഇതിൽ നിന്നുള്ള ഗുണങ്ങൾ എടുത്തിട്ടേ ഉണ്ടാകാൻ പറ്റൂ, അല്ല പുറത്തുനിന്നൊന്നും എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പുതിയൊരു കുട്ടി ജനിക്കുന്നത് എനിക്ക് മാറിത്തന്ന ജനിതക ഘടനയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്.
അതായത് എൻ്റെ ഉള്ളില് അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ കുട്ടിക്ക് ആ പാട്ട് പാടുന്ന കഴിവ് കിട്ടേണ്ടെങ്കിൽ അത് എന്നിൽ നിന്നാണ് കിട്ടേണ്ടത്. അല്ലാതെ അവന് സ്വന്തമായിട്ട് എവിടെ നിന്നും കിട്ടുന്നില്ല. എന്നിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ നിന്നെല്ലാം വരുന്ന ആ ക്വാളിറ്റീസ് എൻ്റെ ഉണ്ട്. അപ്പൊ ഇത് മുഴുവൻ കൈമാറി കൊടുക്കുകയാണ് പുത്രനാകുന്നതിൻ്റെ ഉള്ള ഉത്തരവാദിത്വം. അതാണ് പിതൃബാധ്യത നിറവേറ്റുന്നത്. പിതാക്കന്മാര് നമുക്ക് കൈമാറി തന്നു ഒരു ക്വാളിറ്റി. അതിലെല്ലാം നമ്മളെ പൂർവികരുടെ എല്ലാ ഗുണഗണങ്ങൾ ആ ജനിതക ഘടനയിലുണ്ട്. ഇത് നമ്മൾ വേറെ ആളെ ഏൽപ്പിച്ചാൽ മാത്രമേ നാളെ കാലത്തിന് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എനിക്ക് കിട്ടിയത് കൈമാറുക, അത് പുത്രനിലൂടെയാണ്. അതോടുകൂടി എൻ്റെ പിതൃബാധ്യത നിറവേറ്റി. അതുകൊണ്ടാണ് പുത്രനില്ലെങ്കിൽ നമ്മളെ പിതൃബാധ്യതകൾ നിറവേറ്റാൻ പറ്റാത്തത്. കാരണം ഈ ക്വാളിറ്റീസ് അവിടെ വെച്ച് നശിച്ചു പോവുകയാണ്. എൻ്റെ പൂർവികരിലൂടെ എനിക്ക് കൈമാറി കിട്ടിയ ഗുണങ്ങളെല്ലാം നശിച്ചു പോവുകയാണ്. പിന്നെ പുത്രൻ ഇല്ലായിട്ടില്ലെങ്കിൽ, പുത്രനുണ്ടെങ്കിൽ അതിലൂടെ കൈമാറപ്പെടും. അപ്പോൾ എൻ്റെ പിതൃബാധ്യത നിറവേറ്റി. പിന്നെ തൻ്റെ ശരീരത്തിൻ്റെ ആയുസ് പൂർണ്ണമാകുമ്പോൾ ഇവിടെ നിന്നും യാത്ര പറയുന്നു. തൻ്റെ ശരീരത്തിൻ്റെ ആയുസ് തീരുമ്പോൾ, കാരണം ഈ ശരീരം പഴകുമ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടരുന്നു. ശരീരമല്ല ഞാൻ എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള ആത്മാവാണ്. അപ്പോൾ ശരീരം പഴകുമ്പോൾ, നമ്മൾ വസ്ത്രം പഴകുമ്പോൾ എടുത്ത് കളയുന്നത് പോലെ ഈ ശരീരം വയസ്സായിട്ട് ദ്രവിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് യാത്ര പിരിയുന്നു. അതിനുശേഷം തൻ്റെ കർമ്മത്തിനനുസരിച്ചുള്ള യോനിയിൽ പോയി അവിടെ മൂന്നാമത്തെ ജന്മം എടുക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ജന്മം ഗർഭപാത്രത്തിൽ, രണ്ടാമത്തെ പ്രസവിക്കുമ്പോൾ, മൂന്നാമത്തത് ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ആത്മാവ് വേറെ ഏതോ ഒരു യോനിയിൽ, അത് പട്ടിയോ പൂച്ചയോ എന്തോ ആകാം, അവിടെ വെച്ചിട്ടാണ്, അവിടെയാണ് അതിൻ്റെ മൂന്നാമത്തെ ജന്മം. ഇങ്ങനെ ഈ ജനന മരണ ചക്രം കടന്ന് പോകുന്നു, തുടർന്നു കൊണ്ടേ പോകുന്നു. ഇനി ഇവിടെ ഈ ഋഷി തന്നെയാണെന്ന് തോന്നുന്നു. ഋഷി പറയുകയാണ്, അത് വാമദേവനാണ് ഋഷി. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും വെളിയിൽ വരുമ്പോൾ തന്നെ വാമദേവ മഹർഷിക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിച്ചിരുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ കൊച്ചിന്, വാമദേവന് യഥാർത്ഥ ജ്ഞാനം ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കിട്ടിയിരുന്നു. അതിനാൽ അദ്ദേഹം മാതാവിൻ്റെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ പറഞ്ഞു, അവിടെ വെച്ച് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് അവന് എല്ലാ ജ്ഞാനവും കിട്ടിയത് കൊണ്ട് ആ ഗർഭപാത്രത്തിൽ കൂടി ഇരുന്നു കൊണ്ട് തന്നെ വാമദേവ മഹർഷി പറയുകയാണ്, ആഹോ മഹാഭാഗ്യം. അപ്പൊ നമുക്കും കിട്ടിയിട്ടുണ്ട് ഗർഭപാത്രത്തിൽ വെച്ച്. എന്താണ്? ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഈ അന്ധകരണങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ദേവതകളുടെയും എല്ലാം അനേക ജന്മങ്ങളായ സംഭവിച്ചിട്ടുള്ള രഹസ്യങ്ങളെ നല്ല പോലെ ഗ്രഹിച്ചിരിക്കുന്നു. ആ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഇന്ദ്രിയങ്ങളും ഈ ശരീരങ്ങളുമായിട്ട് ഞാൻ എത്രയോ ജനനം കടന്നു വന്നതാണെന്നുള്ള ജ്ഞാനം അവന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗർഭപാത്രത്തിലിരുന്നിട്ട് വെളിയിൽ വരുന്നതിനെക്കാട്ടി തൊട്ട് മുൻപ് നമ്മൾ കഴിഞ്ഞ എന്തെല്ലാം ജന്മങ്ങളിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, ഇനി എന്തെല്ലാം ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നു വരും. ഞാൻ പണ്ട് പട്ടിയായിരുന്നു, അതിൻ്റെ മുമ്പിൽ പൂച്ചയായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാം ആ കഴിഞ്ഞ ചക്രങ്ങൾ മുഴുവൻ ഗർഭപാത്രത്തിൽ വെച്ച് ജനിക്കുന്നതിൻ്റെ മുൻപിൽ അവൻ്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ചക്രത്തിൽ, അവൻ ഈ ജനന മരണ ചക്രത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിനു മുമ്പ്
ഞാൻ പല ബന്ധങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലും പലതരം ബന്ധനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. അതായത് ബന്ധനം, ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ധനാണല്ലോ. ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള ഒരു ബന്ധനത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ജന്മത്തിലും കുറെ ബന്ധനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മുമ്പിലും പലതരം വേറെ ബന്ധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം ആ ഗർഭപാത്രത്തിൽ ഇരുന്നിട്ട് മനസ്സിലാക്കിയാണ്. എനിക്ക് അവയിൽ നിന്നും മോചനമില്ല, അതുകൊണ്ട് എനിക്കതിൽ നിന്ന് ഞാൻ വിചാരിച്ചാൽ മോചിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ച് മരിച്ച് ഇങ്ങനെ പല സ്ഥലത്തും ജനിച്ചും മരിച്ചും കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമുക്കിതിൽ നിന്നും രക്ഷയില്ല എന്ന് വാമദേവ മഹർഷി മനസ്സിലാക്കിയാണ്. ഇപ്പോൾ ഞാൻ കഴുകനെ പോലെയുള്ള ജ്ഞാനത്തിന് വേഗതയോടുകൂടി, കഴുകനെ പോലെയുള്ള ജ്ഞാനം, അതായത് നല്ല ജ്ഞാനത്തിലൂടെ അവയെല്ലാം തകർത്ത് അവയിൽ നിന്നും മുക്തി നേടി ഞാൻ എന്നേക്കുമായി ആ ശരീരങ്ങളുടെ അഹങ്കാരത്തിൽ നിന്നും മോചിതനായി. അപ്പൊ ഈ ജ്ഞാനമെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തു? ആ ബ്രഹ്മത്തിൽ പോയി ശരണം പ്രാപിച്ചു. വാമദേവൻ പറയുകയാണ്, ഇതെല്ലാം എനിക്ക് ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. നമുക്കും എല്ലാം കാണാൻ പറ്റും, പക്ഷെ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. ജനിക്കുന്നതിന് മുമ്പ് ഗർഭപാത്രത്തിൽ വെച്ച് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തെല്ലാമാണോ ചെയ്തത് അതെല്ലാം മനസ്സിലൂടെ ഒന്ന് ഓടി വരും. ഇനിയുള്ള ജന്മങ്ങളിലും ആ ജ്ഞാനം വാമദേവ മഹർഷിക്ക് കിട്ടിയത് കൊണ്ട് ഈ ജന്മത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ ശരണം പ്രാപിച്ചുകൊണ്ട് അതിൽ മുക്തി പ്രാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി പുനർജന്മം ഇല്ല. കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മുക്തി പ്രാപിച്ചു. 6 ഇപ്രകാരമുള്ള ജനന മരണങ്ങളുടെ തത്വങ്ങളെ അറിഞ്ഞിട്ട് ഈ ജീവന് ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുകയില്ല. ഇവൻ അനേക യോനികളിൽ ജന്മമെടുത്ത് കറങ്ങേണ്ടതായി വരുന്നു. ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ എല്ലാം കാര്യം, ഈ ജനന ചക്രത്തിൽ നിന്ന് സാധാരണ മനുഷ്യർക്ക് എന്തില്ല? മോചനമില്ല. ഇങ്ങനെ ജനിച്ചു മരിച്ചു പല ജന്മങ്ങളെടുത്ത് പോകേണ്ടി വരുന്നു. അതിൻ്റെ ഫലമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം ജനനം എന്ന് പറയുന്നത് കഷ്ടത തന്നെയാണ്. ജീവിക്കുക എന്ന് പറയുന്നത് കഷ്ടപ്പാട് തന്നെയാണ്. നമ്മളെ കർമ്മങ്ങൾ ചെയ്യാനാണ്, ജോലി ചെയ്യിപ്പിക്കാനാണ്, പ്രപഞ്ച പുരോഗതിക്ക് ജോലി ചെയ്യിപ്പിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടിരിക്കുന്നത്. അത് കഷ്ടപ്പാട് തന്നെയാണ്. അതിന് മോചനം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ആർക്കും കിട്ടാൻ പോകുന്നില്ല. ജീവിതം എന്നത് കഷ്ടപ്പാടാണ്, അതിന് മോചനമില്ല. അതുകൊണ്ട് അത് നമ്മൾ അനുഭവിച്ച് തീർക്കുക. അടുത്ത ജന്മത്തിൽ വേറൊരു ജന്മം കിട്ടും, അവിടെ ഈ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് നമുക്കൊരിക്കലും മോചനമില്ല എന്ന ഈ ജ്ഞാനം ഗ്രഹിച്ച വാമദേവ മഹർഷി ഗർഭത്തിൽ നിന്നും വെളിയിൽ വന്ന് അവസാനം ശരീരനാശം സംഭവിച്ചപ്പോൾ, അദ്ദേഹം പിന്നെ ഗർഭത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ വാമദേവ മഹർഷി എന്ത് ചെയ്തു? ഈ ശരീരത്തെ ത്യജിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയി എന്ന് അർത്ഥം. അദ്ദേഹം എന്ത് ചെയ്തു? ശരീരം ഉപേക്ഷിച്ചു. ശരീരത്തെ ത്യജിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയി. ലോകത്തിന് മുകളിലേക്ക് ഉയർന്നു. പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് മൂർധാവിലോട്ട് ലോകത്തിന് മുകളിലേക്ക് ഉയർന്നിട്ട് പരമാത്മാവിന്റെ പരമാധാമത്തിൽ എത്തി. അവിടെ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ടു, അതുമായിട്ട് ചേർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങളെല്ലാം പൂർത്തിയായിട്ട് അദ്ദേഹം അമരനായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന് ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം കിട്ടി. അപ്പം ജനന മരണ ചക്രത്തെ പറ്റിയാണ് ഇവിടെ വിവരിച്ചു തരുന്നത്. പലതരം ജന്മങ്ങളുണ്ട്, ഇങ്ങനെ ജനിച്ച് മരിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് മോചനം ലഭിക്കേണ്ട ഒരേ കാര്യമേ ഉള്ളൂ, ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് നമ്മളും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയിക്കൊള്ളുക.